പക്ഷെ എന്ത് ചെയ്യാം, പാക്കുറബ വലിയൊരു ഹൗസ് ആയതുകൊണ്ട് പേരും പെരുമയും ഇൻവിക്ടസിന് കിട്ടി. പക്ഷെ ആദ്യം ഇറങ്ങിയത് രസാസി ആയിരുന്നു, ഹവാസ് ആയിരുന്നു ആദ്യം ഇറങ്ങിയത്, ശേഷമാണ് ഇൻവിക്ടസ് ഇറങ്ങിയത്. അപ്പൊ ഇൻവിക്ടസിന്റെ ക്ലോണല്ല, ഇതിന്റെ ഒരു ക്ലോണാണെന്ന് വേണമെങ്കിൽ പറയാം ഇൻവിക്ടസ്. ഒരു 3000 രൂപയിൽ താഴെ ഇത് വർത്താണെന്ന് ചോദിച്ചാൽ വർത്താണ്. കാരണം പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടും. ഇൻവിക്ടസ് ഉണ്ടാക്കി വെച്ച ഓളവും രസാസി ഹവാസ് ഉണ്ടാക്കി വെച്ച ഓളവും വേറെ പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയമാണ് രസാസി ഹവാസ് എടുക്കണോ ഐസ് എടുക്കണോ എന്ന് ചോദിച്ചാൽ, പണ്ടൊരിക്കലും നമ്മൾ രസാസി ഹവാസ് റിവ്യൂ ചെയ്തിരുന്നു. രസാസി ഹവാസ് ഞാൻ വളരെയേറെ എക്സ്പെക്ടേഷനോടെ ട്രൈ ചെയ്തതും എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സും തന്നിട്ടുള്ള ഒരു പെർഫ്യൂം ആയിരുന്നു രസാസി ഹവാസ്. പക്ഷെ പിന്നീട് ഞാൻ അത് തീർന്ന്, ആദ്യത്തെ ബോട്ടിൽ തീർന്ന് രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ വാങ്ങിയതും പിന്നെ പലർക്കും വാങ്ങിയതിനു ശേഷവും എനിക്ക് മനസ്സിലായത് ആദ്യം കിട്ടിയ ആ ഒരു ബാച്ചിന്റെ പെർഫോമൻസ്, രസാസി ഹവാസ് ആദ്യം ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസ് പിന്നീടുള്ള ബാച്ചിന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പലരുടെ അഭിപ്രായം തന്നെയാണ് രസാസി ഹവാസ് ആദ്യം വാങ്ങിയവർക്ക് പിന്നീട് വാങ്ങുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നി. ഇപ്പൊ രസാസി ഹവാസ് ഭയങ്കര ട്രെൻഡ് സെറ്ററാണ് ആ ഒരു പെർഫ്യൂം. ഇപ്പോഴും പലരുടെയും ഒരുപാട് കളക്ഷൻസ്, ഡിസൈനർ ഫ്രഷ് പെർഫ്യൂമിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും രസാസി ഹവാസ് പലരുടെയും ഫേവറേറ്റ് ആണ്. ഒന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് രസാസി ഹവാസ്. അപ്പൊ അവരുടെ 2023 ഇറങ്ങിയതാണ് രസാസി ഹവാസ് ഐസ്. ഞാൻ കഴിഞ്ഞ 3-4 ദിവസം ഇത് യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ രസാസി ഹവാസിന്റെ ബോക്സ് ഒരു സാധാരണ ഒരു സിമ്പിളുള്ള ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. രസാസിയുടെ ലോഗോയും കാര്യങ്ങളും കാണാം, ഡാഷ്ബോർഡും കാര്യവും. ഇത് കഴിഞ്ഞ വർഷത്തെ ബാച്ചാണിത്, 2024. PDP ആണ് കോൺസെൻട്രേഷൻ, 100 ml. ഇവിടെ രസാസി ഹവാസ് ഐസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫോർ ഹിം. ഇതൊരു യൂണിസെക്സ് ആണെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം. നിങ്ങൾ ഫ്രഷ് മണങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഗേൾസിന് യൂസ് ചെയ്യും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വലിയ രീതിയിലുള്ള മസ്കുലിൻ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ക്യാപ്പ് ഒരു വൈറ്റ് മാറ്റ് ഫിനിഷോട് കൂടിയ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെർപ്പന്റിനെയാണോ, പഴയ ബോട്ടിലിന് ഒരു തല കാണാൻ പറ്റും, ഒരു പാമ്പ് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ. മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കട്ടിയുണ്ട്, മെറ്റലാണെന്ന് തോന്നുന്നത്, കട്ടിയുള്ള ക്യാപ്പാണ്. ഇങ്ങനെയാണ് സ്പ്രെയർ വരുന്നത്. ഇപ്പോൾ രസാസി ഹവാസ് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പെർഫ്യൂം എന്ന് പറയാം. കാരണം പലരും പറയുന്നത് എന്താണ്, ഈ രസാസി ഹവാസ് എന്നത് ഇൻവിക്ടസിന്റെ ക്ലോണാണെന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. രസാസി ഹവാസ് ആണ് ആദ്യം ഇറങ്ങിയത്. രസാസി ഹവാസ് ആദ്യം ഇറങ്ങി, അത് ലോകം മുഴുവനും തരംഗമായി. പെർഫ്യൂംസിൽ ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് തരംഗം സൃഷ്ടിച്ചു. എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂമിനേക്കാൾ കൂടുതൽ കച്ചവടം രസാസി ഹവാസ് നേടിയെടുത്തു. ലോകം പ്രീതി പിടിച്ചു പറ്റി. പലരും നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തു. അതിനുശേഷം പാക്കോ റബാൻ ആ ഒരു DNA എടുത്തിട്ട് പാക്കോ റബാൻ ഇൻവിക്ടസ് എന്ന് പറഞ്ഞിറക്കി. പക്ഷെ എന്ത് ചെയ്യാം, പാക്കോ റബാൻ വലിയൊരു ഹൗസ് ആയതുകൊണ്ട് പേരും പെരുമയും ഇൻവിക്ടസിന് കിട്ടി. പക്ഷെ ആദ്യം ഇറങ്ങിയത് രസാസി ആയിരുന്നു, ഹവാസ് ആയിരുന്നു ആദ്യം ഇറങ്ങിയത്, ശേഷമാണ് ഇൻവിക്ടസ് ഇറങ്ങിയത്. അപ്പൊ ഇൻവിക്ടസിന്റെ ക്ലോണല്ല, ഇതിന്റെ ഒരു ക്ലോണാണെന്ന് വേണമെങ്കിൽ പറയാം ഇൻവിക്ടസ്. നിങ്ങൾക്കറിയാം പാക്കോ റബാൻ ഇൻവിക്ടസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് റിവ്യൂ എടുത്താലും അവരുടെ കയ്യിൽ ഇൻവിക്ടസ് ഉണ്ട്. ഇൻവിക്ടസിന്റെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. കഴിവതും പലരുടെ കയ്യിൽ ഇൻവിക്ടസിന്റെ ആദ്യ കാലത്തെ ബാച്ചാണ് ഉള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്സിയാണ് ഈ സ്മെല്ല്. അതായത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. അപ്പൊ അതാണ് ഇൻവിക്ടസിന്റെ പ്രത്യേകത. ഇനി നമുക്ക് രസാസി ഹവാസ് ഐസിലേക്ക് വരാം. രസാസി ഹവാസ് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ആദ്യം മുമ്പായിട്ട് ട്രൈ ചെയ്ത മുമ്പായിട്ട് പ്രൊഫൈൽ ഞാൻ പറയാം. പ്രൊഫൈൽ ഫ്രൂട്ടി, സിട്രസ്, സ്വീറ്റ്, ഫ്രഷ്, അരോമാറ്റിക്, മസ്കി, പൗഡറി, വൈറ്റ് ഫ്ലോറൽ, ഫ്രഷ്, സ്പൈസി, ആംബർ. എല്ലാവിധ ഫ്രഷ് നോട്ട് ചേർത്തിട്ടുണ്ട്. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ആപ്പിൾ, ഇറ്റാലിയൻ ലെമൺ, സിസിലിയൻ ബെർഗമോ, സ്റ്റാർ. പിന്നെ മിഡിൽ നോട്ടിൽ വരുമ്പോൾ പ്ലം, ഓറഞ്ച് ബ്ലോസം, കാർഡമം. ബേസ് നോട്ടിൽ മസ്ക്, ആംബർ, ഡ്രിഫ്റ്റ്വുഡ്, മോസ്. ഇത് ട്രൈ ചെയ്തിട്ട് പറയാം കിട്ടുന്ന മണം എന്താണെന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് പെർഫോമൻസ് ഒക്കെ നോക്കി. എങ്കിലും സ്പ്രെയർ ഉണ്ടോ, പവർഫുൾ ആയിട്ടുള്ള സ്പ്രെയറാണ്. ഓപ്പണിംഗിൽ തന്നെ ഗ്രീൻ ആപ്പിൾ പ്ലസ് ലെമൺ, ബെർഗാമോ. ആപ്പിളും നാരങ്ങയും ഈ ബെർഗാമോ അല്ലെങ്കിൽ സിട്രസിന്റെ ആ ഒരു ആപ്പിളും സിട്രസും ചേർന്നിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള, റിഫ്രഷിംഗ് ആയിട്ടുള്ള, സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലമ്മിന്റെ നോട്ടും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ രസാസി ഹവാസ് എന്താണോ അത് തന്നെ കുറച്ചും കൂടി ഫ്രൂട്ടിയർ വെർഷൻ ആയിട്ട്, അല്ലെങ്കിൽ ആദ്യകാലം ഇറങ്ങിയ രസാസി ഹവാസിന്റെ അത് അവര് വീണ്ടും കുറച്ചും കൂടി ഫ്രൂട്ടി, കുറച്ചും കൂടി സ്വീറ്റ്, കുറച്ചും കൂടി ഫ്രഷ്നെസ് ചേർത്ത് ഒരു കുറച്ചും കൂടി പോട്ടന്റ് ആയിട്ട് ഇറക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരുപാട് നമുക്ക് സിട്രസിന്റെ മണം നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആപ്പിളിന്റെ, ഗ്രീൻ ആപ്പിളിന്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെക്സി സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലമ്മിന്റെ നോട്ട് നമുക്ക് കിട്ടും. 3-4 നോട്ടുകളാണ് കൂടുതൽ കിട്ടുക. ഗ്രീൻ ആപ്പിൾ, ഇറ്റാലിയൻ ലെമൺ, ബെർഗാമോ, പ്ലം. ഈ 3 നോട്ടാണ് ടോപ്പ് നോട്ടിൽ കിട്ടുന്നത്. പിന്നെ ഡ്രൈ ഡോണിൽ വരുമ്പോൾ ഏറെക്കുറെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഓപ്പണിംഗിൽ കിട്ടിയ മണം എന്താണോ അത് തന്നെ കുറെ കൂടി സ്വീറ്റ് ആവും. ഇത് കുറെ കൂടി സ്വീറ്റ് ആയിട്ട് മാറും. ഡ്രൈ ഡോണിൽ വരുമ്പോൾ കുറെ ഫ്രഷും സ്വീറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് മാറും. ഒരേ സമയം ഫ്രഷ് ആണ്, ഒരേ സമയം സ്വീറ്റ് ആണ്. അപ്പം ഫ്രഷ് ഇഷ്ടപ്പെടുന്നവരെയും സാറ്റിസ്ഫൈ ചെയ്യും, സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരെയും സാറ്റിസ്ഫൈ ചെയ്യും. ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച്. വലിയ രീതിയിൽ നോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആണ്, വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആണ്.
ആപ്പിളിന്റെ മണവും നാരങ്ങയുടെ മണവും ഓറഞ്ചിന്റെ മണവും അതുപോലെ പ്ലമിന്റെ മണവും, ഇത് ഇത്രയും നോട്ടുകൾ ചേരുമ്പോൾ ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ട് മാറും. ഫ്രൂട്ടി ഫ്രഷ് അക്വാറ്റിക് പെർഫ്യൂം. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു പെർഫ്യൂം വേണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3000 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പം ഓഫീസിൽ യൂസ് ചെയ്യാൻ, അതുപോലെ ഗിഫ്റ്റ് പലർക്കും അല്ലെ, ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു പെർഫ്യൂം തപ്പി നടക്കുകയാണെങ്കിൽ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനോഫെൻസീവ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും അടിക്കാം. 8-10 സ്പ്രേ അടിച്ചാൽ പോലും അടുത്തിരിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, പിന്നെ മാർക്കറ്റിംഗ്, ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ തന്നെ കൂടെ ഈ ക്ലയൻസിന്റെ വീട്ടിലൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ, വെയിലത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം അവർക്ക് ചേരുന്ന പെർഫ്യൂമാണ്. പിന്നെ ഓഫീസിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ക്ലീൻ ആൻഡ് റിഫ്രഷിംഗ് ആയിട്ട്, രാവിലെ എങ്ങനെ പോകുന്നു അതേപോലെ തന്നെ വൈകുന്നേരം വിയർപ്പിന്റെ ഒരു ദുർഗന്ധവും ഇല്ലാതെ നല്ല മണം, പ്ലസന്റ് സ്മെല്ലായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു റസാസി ഹവാസ് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. എന്റെ അഭിപ്രായത്തിൽ ഓഫീസിൽ യൂസ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് റസാസി ഹവാസ്. ഒരുപാട് രീതിയിലുള്ള പഞ്ച് ഉള്ള നോട്ടൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ള നോട്ടുകളാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു 4 സ്പ്രേ ആണ് അടിച്ചത്. എന്റെ അഭിപ്രായമാണ്, 4 സ്പ്രേ അടിച്ചു. വൈകുന്നേരം ഇട്ടിരുന്ന ഒരു ലിനൻ ഷർട്ടായിരുന്നു. ഞാൻ തിരിച്ച് ഒരു 3-3:30 അടിച്ചത്. തിരിച്ച് 8 മണിക്ക് വീട്ടിൽ വന്നിട്ടും ഇത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഈ മണം എന്നെ ഇങ്ങനെ കൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ മണം ഫേഡ് ആയില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഷർട്ട് ഊരി ഇട്ടു. ഞാനിപ്പോ റിവ്യൂ എടുക്കാൻ ഇപ്പൊ സമയം 11:30. ഈ രാവിലെ 11:30 ആ ഷർട്ട് എടുത്തപ്പോൾ ഷർട്ടിൽ മണമുണ്ട്, അത് ഫേഡ് ആവുന്നില്ല. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി ഉണ്ട്. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസിന് നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. ഞാൻ എന്നാലും നിങ്ങൾക്ക് ഒരു ഓവർ ആയിട്ടുള്ള ഹൈപ്പ് കൊടുക്കുന്നില്ല. നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് വർത്ത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ കാര്യങ്ങൾ മനസ്സിലായവർക്ക്. ഇനി 6 മുതൽ 7 മണിക്കൂർ വരെയാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂമാണ് റസാസി ഹവാസ് ഐസ്. ഹവാസ് എടുക്കണ്ട, ഹവാസ് പഴയ പെർഫോമൻസിന് പകരം ഐസ് എടുക്കും. ഐസിന് കുറെ കൂടി ഒരു പെർഫോമൻസ് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത വേർഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു പ്രോ വേർഷൻ. മറ്റേത് ലൈറ്റ് ആണ്, ഇത് പ്രോ വേർഷൻ. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം, ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം, കല്യാണം, പാർട്ടി, ചടങ്ങ്, എന്ത് ഒക്കേഷനിൽ, ഏത് കാലാവസ്ഥയിലും, ആണെന്നോ പെണ്ണെന്ന വ്യത്യാസമില്ലെങ്കിൽ 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നല്ല റിഫ്രഷിംഗ് ആയിട്ട് കൂൾ ആയിട്ടിരിക്കാനുള്ള. പിന്നെ അത്ര ഐസിന്റെ ഒരു പേര് കൊടുത്തിരിക്കുന്ന ഒരു മെന്തോൾ, ഒരു കൂൾ എഫക്ട്, ഒരു തണുത്ത കാറ്റിന്റെ ഒരു ഫീൽ കിട്ടും. ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു തണുത്ത മണമായിരിക്കും കിട്ടും. തണുത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി സ്മെൽ. തണുത്ത ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടി സ്മെൽ. അതാണ് ഈസി ആയിട്ട് ഇതിന് പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ. പിന്നെ ഇതിനകത്ത് ഒരു ബബിൾ ഗമ്മി സ്വീറ്റ് ആയിട്ടുള്ള നോട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ഫ്രഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവിധ ഒക്കേഷനിലും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് റസാസി ഹവാസ്. പറ്റുമെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ട് വാങ്ങും. അപ്പൊ ആ പ്രൈസിന് ഒരു 3000 രൂപയിൽ താഴെ ഇത് വർത്താണെന്ന് ചോദിച്ചാൽ വർത്താണ്. കാരണം പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടും. ഇൻവെക്ടസ് ഉണ്ടാക്കി വെച്ച ഓളവും റസാസി ഹവാസ് ഉണ്ടാക്കി വെച്ച ഓളവും വേറെ പെർഫ്യൂം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നീഷ് പെർഫ്യൂം വാങ്ങുന്നവരെക്കാൾ, അല്ലെങ്കിൽ ഡിസൈനർ പെർഫ്യൂം വാങ്ങുന്നവരെക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് എപ്പോഴും ഇതുപോലുള്ള ക്ലോണുകൾ വാങ്ങാനും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂം വാങ്ങാനുള്ള ആൾക്കാരാണ് കൂടുതൽ. അവർക്കിടയിൽ റസാസി ഹവാസ് ഉണ്ടാക്കി വെച്ച ഓളം വലിയൊരു ഓളമായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയമാണ് റസാസി ഹവാസ് എടുക്കണോ ഐസ് എടുക്കണോ എന്ന് വെച്ചാൽ ഐസ് എടുക്കുക. ഐസിന് നിങ്ങൾ ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടും, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടും, ഈസി വെയർ ആണ്. ഫ്രഷ് പെർഫ്യൂമിൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഈ ഒരു പെർഫ്യൂം നല്ല ലോങ്ജിവിറ്റിയും നല്ല പെർഫോമൻസും തരുന്നുണ്ട്. ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ്. 2000 ആയാലും ശരി, 10000 ആയാലും ശരി, ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. നിങ്ങൾക്ക് അത് ചേരുന്നുണ്ടോ നോക്കുക. പെർഫ്യൂം എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. എനിക്ക് കിട്ടുന്ന പെർഫോമൻസ് ലോങ്ജിവിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങൾ പല സാഹചര്യങ്ങളിൽ അടിച്ചു നോക്കിയിട്ട് വേണം ഇത് വർത്താണോ ഇല്ലയോ എന്ന് പറയാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാതെ വാങ്ങരുത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. അപ്പൊ 10 ml 5 ml ഡീക്കൻ ഉണ്ട്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് പെർഫോമൻസും ലോങ്ജിവിറ്റിയും ഈ പറയുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോട്ടിൽ വാങ്ങാം.